ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2026 തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട 26 കാര്യങ്ങളാണ് ഇവിടെ ലിസ്റ്റാക്കിയിട്ടുള്ളത്. ഒരു പുസ്തകവും പേനയും എടുക്കുക, നോട്ട് ചെയ്ത് വെക്കുക. 2026 തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക. 1. ഡീക്ലട്ടർ യുവർ ഫോൺ. വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക്കാണ്, പക്ഷെ നമ്മളെപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന ടാസ്ക്കാണ്. പഴയ ഫോട്ടോസ്, സ്ക്രീൻഷോട്ട്, ചാറ്റ് അല്ലേ, അല്ലെങ്കിൽ കുറേ ആപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവിടെ കിടക്കുന്നത്, ഇതൊക്കെ എടുത്തൊന്ന് ക്ലിയർ ആക്കുക. 2. ഡീക്ലട്ടർ യുവർ ഹോം ഷെൽഫ്. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സാധന സാമഗ്രികളൊക്കെ വെക്കുന്ന ഓരോ ഷെൽഫും തുറന്നു നോക്കുക, അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയും ഒഴിവാക്കുക. 3. ഓർഗനൈസ് യുവർ വർക്ക് സ്പേസ്. നിങ്ങളുടെ ഡെസ്ക് ക്ലിയർ ആക്കുക. ഇനി നിങ്ങളുടെ ഓഫീസ് റിലേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ ജോലി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയും ഒന്ന് എഴുതി ക്ലിയർ ആക്കുക. 2026 വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ആവുക. 4. റിമൂവ് വൺ ടോക്സിക് ഹാബിറ്റ്. നിങ്ങളിലുള്ള നിങ്ങൾക്ക് തന്നെ ടോക്സിക് ആണെന്ന് തോന്നുന്ന ഒരു ശീലം അങ്ങ് ഒഴിവാക്കുക. അത് പൈസ കളയുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി വെറുതെ കളയുന്നതോ നിങ്ങളുടെ സമയം കളയുന്നതോ ആയിട്ടുള്ള ശീലങ്ങൾ നിങ്ങൾക്ക് നോക്കാം. ഒരു ശീലമെങ്കിലും അങ്ങ് ഇല്ലാതാക്കുക, ഒഴിവാക്കുക. 5. ആഡ് വൺ പവർഫുൾ ഹാബിറ്റ്. ഒരു പവർഫുൾ ആയിട്ടുള്ള ശീലം ലൈഫിൻ്റെ ഭാഗമാക്കുക. ഏതാണ് പവർഫുൾ ആയിട്ടുള്ള ഹാബിറ്റ്? ഇത് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് പവർഫുൾ ആയിട്ട് തോന്നുന്ന ഹാബിറ്റ് സെലക്ട് ചെയ്യുക. 6. റീസെറ്റ് യുവർ സ്ലീപ്പ്. ഉറക്കത്തിൻ്റെ സമയം ഒന്ന് റീസെറ്റ് ചെയ്യുക. ഇപ്പോൾ ഏത് സമയത്താണ് ഉറങ്ങുന്നത്, ഏത് സമയത്ത് ഉറങ്ങണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ടൈം ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് നോക്കുക. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് അറിയാം. ഉറക്കം ശരിയാവുന്ന സമയത്താണ് ബാക്കിയുള്ള എല്ലാ കാര്യവും കറക്റ്റായിട്ട് നടക്കുന്നത്. കറക്റ്റായിട്ട് ഉറങ്ങുന്നില്ലെങ്കിൽ നമുക്കൊന്നിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ ഗോളിൽ നിന്ന് നമ്മൾ ഒരുപാട് പുറകോട്ടേക്ക് വീണ് പോകാൻ കാരണമാവുന്ന ഒന്നാണ് ഈ ഒരു ഉറക്കം. അത് റീസെറ്റ് ചെയ്താൽ തന്നെ കുറേ ഏരിയാസ് ശരിയാവും കേട്ടോ. 7. റിവ്യൂ യുവർ ഫൈനാൻസസ്. നിങ്ങളുടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നിരുന്ന് ആലോചിച്ച് നോക്കുക. എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ? വെറുതെ പൈസ ചിലവായി പോകുന്നുണ്ടോ? അല്ലെങ്കിൽ വരവ് കുറവാണോ, ചിലവ് കൂടുതലാണോ? ഇതൊക്കെ ഒന്ന് എഴുതി നോക്കുക. ഇതിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ഇനി അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒക്കെ ഒന്ന് എഴുതി നോക്കുക. 8. ഒരാളുമായിട്ടെങ്കിലും ബൗണ്ടറി സെറ്റ് ചെയ്യുക. നിങ്ങളെ ഇമോഷണലി ഡ്രെയിൻ ആക്കുന്ന, നിങ്ങളെ എപ്പോഴും പുറകോട്ട് വലിക്കുന്ന ഒരാളോടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ബൗണ്ടറി സെറ്റ് ചെയ്യുക. ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഇതിന് മുൻപ് ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കേട്ട് നോക്കാം. ബൗണ്ടറി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ. 9. റീകണക്ട് വിത്ത് വൺ ഗുഡ് ഫ്രണ്ട്. നിങ്ങളുടെ ഒരു നല്ല ഫ്രണ്ടുമായിട്ട് ബന്ധം ഒന്നുകൂടി ഒന്ന് പുതുക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് കണക്റ്റ് ആവുക. റിലേഷൻഷിപ്പ് ഒന്നുകൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക. കുറേ നാളായി ഫോൺ വിളിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാം. അതല്ലെങ്കിൽ നേരിട്ട് കാണാത്തത് കുറേ നാളായി എന്നാണെങ്കിൽ നേരിട്ട് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക. 10. പെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു ടാസ്ക് പൂർത്തിയാക്കുക. കുറേ കാലമായിട്ട് നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു ടാസ്ക് പൂർത്തിയാക്കുക. 11. 2026 വേണ്ടിയിട്ട് നിങ്ങളുടെ വിഷ് ലിസ്റ്റ് അല്ലെങ്കിൽ ഗോൾസ് ഒക്കെയും ഒന്ന് എഴുതുക. നേടണം എന്നാഗ്രഹമുള്ള, ചേഞ്ച് ആക്കണം എന്നാഗ്രഹമുള്ള കാര്യങ്ങളൊക്കെയും എഴുതുക. 12. റീഫ്രഷ് യുവർ വാർഡ്രോബ്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ക്ലോത്ത്സ് ഒക്കെ നിങ്ങളുടെ ഷെൽഫിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു മാറ്റുക. ആക്സസറീസ് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല, നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആക്കുന്ന കാര്യങ്ങളൊക്കെയും എടുത്തു മാറ്റുക. ആവശ്യമുള്ളത് മാത്രം കീപ്പ് ചെയ്യുക. 13. ക്ലീൻ യുവർ ഇമെയിൽ. ഇമെയിലിൽ ഒരുപാട് കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. നിങ്ങളുടെ മെൻ്റൽ ക്ലട്ടർ കൂടിയാണ് ഇതിലൂടെ നിങ്ങൾ ക്ലിയർ ആക്കുന്നത് കേട്ടോ. 14. അപ്ഡേറ്റ് യുവർ ഡിജിറ്റൽ സെക്യൂരിറ്റി. പാസ്വേഡ് ഒന്ന് റീസെറ്റ് ചെയ്യുക. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് സർവീസസ് ഇപ്പോൾ അവൈലബിൾ ആണല്ലേ. നിങ്ങൾ ഇതുവരെയും ഒഴിവാക്കി വെച്ചിട്ടുള്ള നിങ്ങളുടെ ഡിജിറ്റൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേക്കുക. നമ്മൾ എന്തെങ്കിലും തിരക്കിലാവുന്ന സമയത്ത് ബാക്കപ്പ് ചെയ്യാനൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ അങ്ങ് തട്ടി മാറ്റാറുണ്ടല്ലേ, പക്ഷേ ഇതൊക്കെയും ആവശ്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് ക്ലിയർ ആക്കുക. 15. നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് റിവ്യൂ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഡോക്ടറെ കാണാനുണ്ടോ? നിങ്ങൾ വെള്ളം കുടിക്കുന്ന കുറവാണോ, ഉറക്കം കുറവാണോ, അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്യാനുണ്ടോ? ഇങ്ങനെ ഒന്ന് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കുക, എഴുതി നോക്കുക. എവിടെയാണ് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടത്, അത് ഡോക്ടറെ കണ്ട് ക്ലിയർ ആക്കേണ്ട കാര്യമാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. 16. ഡു എ സോഷ്യൽ മീഡിയ ഓഡിറ്റ്. ആവശ്യമില്ലാത്ത കുറേ ചാനൽ അല്ലെങ്കിൽ പേജസ് ഒക്കെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇനി അങ്ങോട്ട് കാണാത്ത, നിങ്ങൾക്ക് കാണണ്ട അല്ലെങ്കിൽ കേൾക്കണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയും അൺഫോളോ അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. വേണ്ടാത്തതൊക്കെയും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിവാക്കുക. 17. ഒരു പ്രെയർ റുട്ടീൻ സെറ്റ് ചെയ്യുക.
പ്രാർത്ഥിക്കാനായിട്ട് ഒരു സമയം നിങ്ങൾ തീരുമാനിക്കുക. രാവിലെ, രാത്രി അല്ലെങ്കിൽ 5 നേരമാണെങ്കിൽ അത് ഏത് സമയത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ ക്ലാരിറ്റി കൊണ്ടുവരിക. മനസ്സ് ക്ലിയറാക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്, അല്ലേ? പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ അതിന് നിർബന്ധമായ ഒരു ടൈം കണ്ടെത്തുക. 18 സ്ക്രീൻ ടൈം കുറയ്ക്കുക. നിങ്ങളിപ്പോൾ എത്ര സമയം സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നുണ്ടോ അതിൻ്റെ ടൈം നിങ്ങൾക്ക് എത്ര വെച്ച് കുറക്കണോ നിങ്ങളുടെ ആ ഒരു ഡ്രീം നമ്പറിലേക്ക് നിങ്ങൾ മാറുക. നിങ്ങളിപ്പോൾ 5 മണിക്കൂർ യൂസ് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ അത് 2 മണിക്കൂറിലേക്ക് മാറ്റലാണ് ആഗ്രഹമെങ്കിൽ അത് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ ഈ മണിക്കൂറൊന്നും അല്ല പ്രശ്നം, എപ്പോഴും ഫോണെടുത്ത് നോക്കലാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഏത് സമയത്ത് മൊബൈൽ യൂസ് ചെയ്യണം, ഏത് സമയത്ത് മെസ്സേജ് അയക്കണം, കോൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നമ്മൾ തീരുമാനം എടുത്താൽ മാത്രമേ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ആദ്യം തീരുമാനമെടുക്കുക, പിന്നെ അതിൽ വർക്ക് ചെയ്യുക. 19 ഒരു പുതിയ സ്കില്ല് ട്രൈ ചെയ്ത് നോക്കുക. കുക്കിങ്ങോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനോ ഫിറ്റ്നസ്സോ എന്തോ ആയിക്കോട്ടെ, ഒരു സ്കില്ല് ട്രൈ ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ സ്കിൽസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ലൈഫ് കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് മാറും കേട്ടോ. ബോറടിക്കുന്നു എന്ന് പറയാറുണ്ടല്ലേ, ബോറടിക്കുന്നത് പുതുതായിട്ടൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ്. എന്നും ഒരേ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് ബോറടിക്കുന്നത്. പുതിയ സ്കിൽസ് എപ്പോഴും ട്രൈ ചെയ്യുക. 20 റീഡ് ഓർ റീഡ് വൺ പവർഫുൾ ബുക്ക്. നിങ്ങൾക്ക് ഇതിനു മുൻപ് വായിച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പവർഫുൾ ബുക്ക് ഒന്നുകൂടി ഒന്ന് വായിക്കുക. പുതുവർഷം തുടങ്ങുന്നതിന് മുൻപ് ഒന്നുകൂടി വായിക്കുക. അല്ലെങ്കിൽ പവർഫുൾ ആണ് എന്ന് കേട്ടിട്ടുള്ള ഒരു പുസ്തകം വാങ്ങി വായിക്കുക. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള നോളജ് തരുന്ന ഒരു പുസ്തകം തന്നെ സെലക്ട് ചെയ്ത് വായിക്കുക. 21 നിങ്ങളുടെ കാറ്, ബാഗ്, വാലറ്റ്, പേഴ്സ് എന്തോ ആയിക്കോട്ടെ ക്ലീൻ ആക്കുക. ഇതിലൊക്കെയുള്ള ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക. ഞാനീയൊരു ഭാഗം വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട്, ഒരാൾ കുറേ നേരം കൊണ്ട് കാറ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത്. ആരുമാണ്, എനിക്കറിയുന്ന ആളല്ല. ആൾ കാറിൻ്റെ ഓരോ പാർട്ടും സീറ്റും എല്ലാ ഏരിയാസും തുടക്കുകയും ക്ലീനാക്കുകയും അതിൻ്റെ മാറ്റൊക്കെ എടുത്ത് പുറത്ത് തട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ക്ലീൻ ആക്കുക. 22 റിലീസ് വൺ ഇമോഷണൽ ബേർഡൻ. എല്ലാ ഏരിയയിലും ഓരോ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. 26 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ചേഞ്ച് ആയിരിക്കും ലൈഫിൽ വരിക. 22 ഇമോഷണൽ ബേർഡൻ റിലീസ് ചെയ്യുക. ആർക്കെങ്കിലും പുറത്തു കൊടുക്കാൻ ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ പുറത്തു കൊടുക്കുക. മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതിയോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെയും നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുക്കാം. ഫൊർഗീവ്നെസ്സിനെ കുറിച്ചിട്ട് ഇതിന് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ക്ലാരിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 23 അപ്ഗ്രേഡ് വൺ സിസ്റ്റം ഇൻ യുവർ ലൈഫ്. അതായത് ഒരു സിസ്റ്റം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. മീൽ പ്ലാനിങ്, ഒരാഴ്ചയിലേക്കുള്ള പ്ലാനിങ് നിങ്ങൾക്ക് തയ്യാറാക്കാം. ബഡ്ജറ്റിംഗ്, ക്ലീനിങ് റുട്ടീൻ, മോർണിംഗ് റുട്ടീൻ, നൈറ്റ് റുട്ടീൻ, ഇങ്ങനെ ഏതെങ്കിലും ഒരു സിസ്റ്റം ലൈഫിൽ അപ്ഗ്രേഡ് ചെയ്യുക. ലൈഫിൻ്റെ ഒരു ഏരിയയിലെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ലൈഫ് നല്ല രസമാണ്. ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട്, കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഉള്ളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്? ലൈഫിൻ്റെ ഓരോ ഏരിയാസ് ആക്കിയിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സുഖവും സമാധാനവും തോന്നുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇതുവരെയും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് താഴെ ഷെയർ ചെയ്യട്ടോ. 24 റിവ്യൂ യുവർ ബൗണ്ടറീസ്. ഒന്ന് നിങ്ങളുടെ ചുറ്റുമുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കുക. എവിടെയെങ്കിലും നിങ്ങൾ ഓവറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ? അതായത് നിങ്ങൾ എഫേർട്ട് ഇട്ടാലേ ബന്ധങ്ങൾ നിലനിൽക്കൂ എന്നുള്ളത് എവിടെയൊക്കെയാണ്? നിങ്ങൾ സൈലൻ്റ് ആവേണ്ടത് എവിടെയൊക്കെയാണ്? അല്ലെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റാത്ത ബന്ധങ്ങൾ ഏതൊക്കെയാണ്? ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു റീസെറ്റ് നടത്തുക. നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങൾ ഒന്നുകിൽ നമ്മളെ വളർത്തും, അതല്ലെങ്കിൽ നമ്മളെ തളർത്തും. ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്യേണ്ട ഒന്നാണ് ബന്ധങ്ങൾ. ആരാണ് നമ്മളെ ഡ്രെയിൻ ആക്കുന്നത്, ആരാണ് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്, ഇത് നമ്മൾ നോക്കേണ്ടതുണ്ട്. 25 പ്ലാൻ യുവർ ഗ്രോത്ത് ഗോൾസ്. ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾക്ക് വളരേണ്ടത് അതിലൊരു പ്ലാൻ തയ്യാറാക്കുക. കരിയർ ഗ്രോത്ത്, മൈൻഡ് ഗ്രോത്ത്, ഇമോഷണൽ ഗ്രോത്ത്, സ്പിരിച്വൽ ഗ്രോത്ത്, എന്തിനാണ് നിങ്ങൾക്ക് വളരേണ്ടത് അതിൽ കംപ്ലീറ്റ് പ്ലാൻ തയ്യാറാക്കുക. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി നോക്കാം. ഫൈനൽ 26 ചൂസ് യുവർ 2026 ഐഡൻറ്റിറ്റി. 2026 നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? എന്തുകൊണ്ട് അങ്ങനെ ആയിട്ട് മാറണം? ഡെയിലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് 2026 നിങ്ങൾക്ക് ആ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാനായിട്ട് കഴിയുക? അതായത് ഇപ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നാണെങ്കിൽ, ഇപ്പോൾ ഉള്ളതിൽ നിന്നും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ
ഏതൊക്കെ ഏരിയയിൽ മാറ്റം വരുത്തിയാലാണ് നിങ്ങൾക്ക് ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് മാറാനായിട്ട് കഴിയുക? നിങ്ങൾക്കൊരു മൈൻഡ് കോച്ചായിട്ട് മാറണം. അതാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു മൈൻഡ് കോച്ചായിട്ട് മാറണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് മാറ്റം കൊണ്ടുവരേണ്ടത്? എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്? ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് എത്താനായിട്ട് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കംപ്ലീറ്റ് പ്ലാൻ ഇവിടെയും നിങ്ങൾ തയ്യാറാക്കുക. നിങ്ങളുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് പ്ലാൻ തയ്യാറാക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, പക്ഷേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് കോച്ചിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം കേട്ടോ. ഗ്രൂപ്പ് കോച്ചിങ്ങിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ലഭിക്കുന്നതാണ്. ക്ലിയർ ആയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ടാസ്കുകളിലൂടെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ പിൻ ചെയ്തിട്ടുള്ള കമൻറ്റിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ തന്നെയാണ് നേരിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള ICF സ്റ്റാൻഡേർഡുള്ള കോച്ചിങ് ആണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ICF എന്നാൽ ഇൻ്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷൻ സ്റ്റാൻഡേർഡുള്ള കോച്ചിങ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലൈഫിൽ വലിയ മാറ്റങ്ങൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.